ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ആലോചിച്ചു. നവീൻ ചേട്ടൻ പിന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ആലോചിക്കണ്ട കേട്ടോ. അത് ഞാൻ പറഞ്ഞേ ഈ ഒരു ലെവലിലേക്ക് ശ്രദ്ധിക്കണം. മേ ബി അതുകൊണ്ട് പൊക്കോളം പറഞ്ഞു. മീനിനെ പിടിച്ച് കരയിലിട്ട് എന്ത് പറ്റും? ഇപ്പൊ ലെവലൊക്കെ മനസ്സിലായില്ലേ? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പാതിരാത്രികൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. ഇത് എന്റെ വിജയം. അവസാനത്തെ ഞാൻ പറയിച്ചങ്ങനെ എന്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. സീരിയലിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ചേഞ്ച്. മൈലേജ് കിട്ടി തുടങ്ങി. ആർക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ മതി മതി ഇതൊന്നും വീണില്ല. ഞാൻ അതേപോലെ എടുത്തെങ്കിലും ബിഗ് ബോസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും കളിച്ചാലായിരിക്കും അതിലൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സീസൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്ന ആള്, അതാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ രജിത് ചേട്ടൻ എടുത്ത് നോക്കിയാൽ, ഡോക്ടർ രജിത് കുമാർ, അദ്ദേഹത്തിന് എടുത്ത് നോക്കി കഴിഞ്ഞാലും, ഇപ്പൊ റോബിനെ എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ അനുമോള്. അപ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ ആരെ ഒറ്റപ്പെടുത്തുന്നു അവര്. നമ്മൾ ആ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന്റെ കൂടെ ചിലപ്പോൾ അവർ ഒറ്റപ്പെടുത്തും, പക്ഷെ അവരായിരിക്കും ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പുറത്ത് അവരായിരിക്കും സ്റ്റാർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട്, അതിലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ പോയി അതിനുള്ളൊരു എനിക്കൊണ്ട് 1 വീക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത്, പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയണം അതിനുള്ളിൽ. ഞാൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നീ ചെന്ന് കാണുക, ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തിട്ട് വരിക എന്താണെന്നുള്ളത്. അവിടെ ചെന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാൻ നിൽക്കണ്ട, അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് പോകുന്നു വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയണത്, എൻ്റെ ആശാന ഒരു രക്ഷയില്ല, നമ്മൾ കാണുന്ന ഒരു സംഭവമേ അല്ലാട്ടെ ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഈ പുറത്ത് കാണുന്ന മാറ്ററേ അല്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അവിടെ കുറെ ഇതിപ്പോ ഡിഫേർഡ് ആയിട്ടുള്ള ലൈവ് ആണല്ലോ, അപ്പോൾ അവിടെ കുറെ ഇതുണ്ടാവും, ട്രിമ്മിങ്ങും കാര്യങ്ങളും എഡിറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ലൈവ് എന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും തലേ ദിവസത്തെ ആയിരിക്കും. ഇന്നലത്തെയാണ് ഇന്ന് ലൈവ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മളുടെ സീസണൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും നോക്കുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെ നിൽക്കേണ്ട കാര്യം, എല്ലാവരും അങ്ങനെ ഒറ്റപ്പെടാന്നെങ്കിൽ ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഒക്കെ എന്താ പറയണ്ട, ഗെയിം കളിക്കാനും ഇതിനൊക്കെ അങ്ങനത്തെ ഒരു രീതി, അതായത് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ നല്ല ഷോർട്സ് ഒക്കെ ഉള്ളത് സീസൺ 1 എനിക്ക് ഇഷ്ടമാണ്. കാര്യം അന്ന് ഈ പറഞ്ഞ പോലെ PR കാര്യങ്ങളോ ഒന്നുമില്ല, സംഭവമേ ഇല്ല. നമ്മൾ പോലും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പേളിനായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് അവരായിരുന്നു ഫസ്റ്റ്, സാബും പേളിയായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പേളി വരും എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു സാബുവിന്, പക്ഷെ എന്നാലും പുള്ളി വിന്നറായി ലാസ്റ്റ്. അതേപോലെ നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് ഞാൻ ഈ എന്താ പറയണ്ട, ഓരോ മാറ്ററുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മളതുകൊണ്ട് ഇടപെടൂല. ചെറിയ മാറ്റർ അല്ലേ, എന്താ പറയണ്ട, ഇപ്പൊ ചോറുണ്ടാക്കിയ വെന്തില്ല, എന്തുകൊണ്ട് വെന്തില്ല, കറി ഉണ്ടാക്കി ഉപ്പില്ല, എന്തുകൊണ്ട് ഉപ്പില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ നമ്മളെല്ലാത്തിനും കയറി ഇടപെടുക, പക്ഷെ ഇടപെടണ കൊള്ളാം, നമ്മള് ഒരു മയത്തിലൊക്കെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി കയറിയ പോലെ തോന്നി എനിക്ക്. കുറെ ഷോർട്സ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വെറുതെ കുറെ ബഹളം ഉണ്ടാക്കുന്നു. കാര്യം അതനുസരിച്ചാണ് റീച്ച് കിട്ടണമെന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ഉള്ള റൂട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് ഇന്ന പോലെ നിൽക്കാം, നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കാം, അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം കണ്ടന്റ് കൊടുക്കുന്നു. ഇപ്പൊ അനുമോള് നല്ല കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അത് ഞാൻ പറഞ്ഞ സ്റ്റാർ മാജിക്കിലാണെങ്കിലും എനിക്കറിയാവുന്ന ഒരു അനുമോള് അവിടെ നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ അവള് നല്ല കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ അതനുസരിച്ച് PR-കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും.
നമ്മൾ കണ്ടന്റ് എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളമാണ്. ഇപ്പൊ എന്റെ ഇതില് എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ ആയിരുന്നു എന്റെ കണ്ടന്റ്. ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞെട്ടിപ്പോയത് എക്സ്പ്രഷനിലായിരുന്നു. എന്ന് പറഞ്ഞത് അതൊരു കണ്ടന്റ് ആയിട്ട് കൊടുത്തല്ലേ, ഞാൻ എന്റെ ഓരോ ആലോചനയിൽ ഇങ്ങനെയൊക്കെ വന്ന് അത് പിന്നെ അവരത് കണ്ടന്റ് ആക്കി. അപ്പോ എത്രത്തോളം കണ്ടന്റുകൾ കൊടുക്കുന്നു, അതിപ്പോ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവാം. നമ്മൾ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് ചെയ്യും, പക്ഷെ അത് നെഗറ്റീവ് ആവും. നമ്മൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച് ചെയ്യും, അത് പോസിറ്റീവ് ആവും. അപ്പോൾ കണ്ടന്റുകൾ കൊടുക്കുക, കണ്ടന്റുകൾ കാണാൻ. ഇപ്പൊ എനിക്ക് ഈ പ്രാവശ്യത്തെ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നിവിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നെവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം നെവിൻ നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു നെവിന്റെ ഓരോ ഷോർട്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ നല്ല രസമാണ് പുള്ളിയുടെ ഇത് ഇങ്ങനെ കണ്ടിരിക്കാൻ. പിന്നെ ഇത് കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡായിട്ട് കാണാത്ത വെച്ചാൽ പിന്നെ നമ്മളത് കണ്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെവിൻ നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പം നെവിൻ ചേട്ടൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു കാര്യത്തിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിൽ പരിധിയുണ്ട്. അപ്പൊ ഒരാഴ്ചയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് നിൽക്കാൻ പറ്റും, പക്ഷെ സെക്കൻഡ് വീക്ക് നമ്മുടെ പേഴ്സണൽ അല്ല, നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും അവരത് പൊളിക്കും. ഞങ്ങളുടെ സീസണിൽ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം റോൺസൺ ഇതുപോലെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോ റോൺസൺ ഞങ്ങൾ തലേദിവസം പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം എന്തായാലും ബിഗ് ബോസ് വന്നിട്ട് പറയും ഇന്നത് ആർക്കാണ്, കിച്ചൺ ഡ്യൂട്ടി ആർക്കാണ്, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ, ക്ലീനിങ് ഡ്യൂട്ടി, ഇതൊക്കെ പറയും. നമ്മൾ റോൺസൺ തലേദിവസം പ്ലാൻ ചെയ്ത് എല്ലാം വെച്ച്. പക്ഷെ പിറ്റേ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വന്ന് കംപ്ലീറ്റ് പൊളിച്ചടക്കി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ക്ലീനിങ്ങില് നവീനേട്ടൻ നമുക്ക് ഇന്നാളെ നിർത്താം, മറ്റേത് ഇങ്ങനെ നിർത്താം, സുചിത്ര നമുക്ക് ഇങ്ങനെ നോക്കാം, ഇങ്ങനെയൊക്കെ പല പല പ്ലാനിങ് ചെയ്ത് വെച്ച്. പക്ഷെ പിറ്റേ ദിവസം വന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, മോനെ നല്ല പ്ലാനിങ് ഒക്കെ ആയിരുന്നല്ലേ, പക്ഷെ ആ പ്ലാനിങ് ഒന്നും വേണ്ട കേട്ടാ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മോനെ പ്ലാൻ എന്തായിരുന്നു, അപ്പൊ നമ്മളിങ്ങനെ പറയാം ഓക്കെ കൊള്ളാം, ഗുഡ് ഗുഡ് എന്ന് പറയും. പക്ഷെ അവര് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ബിഗ് ബോസിൽ കയറാൻ പലപ്പോഴും പലരും പ്ലാനിങ്ങുമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി രേണു സുധി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ വന്നിരുന്നു. ശരിക്കും അതിന് കുറച്ചു നാൾ മുന്നെയാണ് ആള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത്. അതും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്നു. അപ്പോഴൊന്നും നമ്മൾ അത്ര അങ്ങ് ഫോക്കസ്ഡ് ആയിരുന്നില്ല. പിന്നീട് മാറി മാറി വന്ന അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി. അപ്പൊ ഇത് മൊത്തത്തിൽ കണ്ടപ്പോഴത്തേനും ഇത്തരത്തിലൊരു ഇമ്പാക്ട്, ഇതൊക്കെ എത്ര നാളത്തെ പ്ലാനിങ് എന്നൊക്കെ ആലോചിച്ചു. അതെന്താ സംഭവം വെച്ചാൽ പ്ലാനിങ് അല്ല, അത് ഞാൻ പറഞ്ഞു ബിഗ് ബോസിക്ക് അവിടെ കൂടുതലും നമുക്ക് അവസരങ്ങൾ വരുന്നത് നമുക്ക് പുറത്തെങ്ങനെ വൈറലാണോ, നമുക്ക് ഓഡിയൻസ് ഉണ്ടോ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ആണോ, ഇങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടും. പിന്നെ രേണുവിനെ സംബന്ധിച്ച്, രേണുവിനെ ഞാൻ കണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വെച്ച് കണ്ടായിരുന്നു, വെണ്ണലയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പൊ രേണു പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം കുട്ടിക്ക് അത്രയും ഇതൊന്നും എന്താ പറയുന്നത്, അത്രയും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹെൽത്ത് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള അത്രയും കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ നിൽക്കാൻ കുറച്ച് പണിയായിരുന്നു പുള്ളിക്കാരിക്ക്. പിന്നെ പുള്ളിക്കാരെ സംബന്ധിച്ച് എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹമാണ് ഇത് തുടക്കമിട്ട് വെച്ചത്. ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി വന്ന് 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 അവസാനം പുള്ളി പോസിറ്റീവായി എന്ന് പറയുന്ന പോലെ. രേണുവിനെ സംബന്ധിച്ച് രേണു ആദ്യം ഈ പറയുന്ന പോലെ ഒരുപാട് പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ എന്താ ഡാൻസ് സീക്വൻസുകൾ വൈറലാവാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ ചെയ്തു. പിന്നെ ആൾക്കാർ കുറെ തെറി വിളിച്ചു അവസാനം ഈ തെറിവിളി മാറി അത് നല്ലതായി. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അത് നേരത്തെ പറഞ്ഞ പോലെ അത് അവരുടെ ബ്രില്യൻസ് അല്ലേ, അത് അവരത് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കി ബിഗ് ബോസ് വരെ കയറി. അപ്പൊ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അവരൊരു കഴിവ് തന്നെയാണ്. തെറി വിളിക്കുന്നവർ വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ തെറി എത്രത്തോളം തെറി കേൾക്കുന്നു അവരവസാനം സ്റ്റാർ ആവും. അതാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതാവും പുള്ളിക്കാരുടെ ഒരു കഴിവല്ലേ അത്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാര്യം വേറെ ആരും അവർ ദ്രോഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അവര് ഓരോ വീഡിയോ കണ്ടന്റ് ഇടുന്നു, അതിന് പല ആൾക്കാരും തെറി വിളിക്കുന്നു, അവർ ഓരോ കണ്ടന്റുകൾ ഇട്ടിട്ട് നമ്മള് ഒരാളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വേദനിപ്പിക്കാനോ അല്ല നിൽക്കുന്നത്. നമ്മളൊരു കണ്ടന്റ് ഇടുന്നു, നമ്മളൊരു ഇത് ചെയ്യുന്നു, നമ്മളെ തെറി വിളിച്ച് കുറെ ആൾക്കാർ വരുന്നു. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രേണുവിന് ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതാ അവരുടെ ഒരു കഴിവായിട്ട് തന്നെ ഞാൻ കാണുന്നത്.
ഇനി നമുക്ക് അടുത്തായിട്ടൊരു ഫൺ സെഗ്മെന്റിലേക്ക് പോയാലോ? ദൈവമേ. ആ, ഇതൊരു ചെറിയ റൗണ്ടാണ്, കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. acting എന്റെ അല്ല. ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ആലോചിച്ചാൽ മതി. എന്റെ ലെവൽ അതുപോലുള്ള അവരുടെ ലെവൽ എന്താണെന്ന് നോക്കട്ടെ. അത്രയും സിമ്പിൾ ചോദ്യങ്ങളാണ്. എന്തായാലും അപ്പൊ എന്തോ കൊണസ്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയുടെ പേരെന്തായിരിക്കും? മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയ്ക്ക് എന്ത് പേരായിരിക്കും? മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ച. കുസൃതി ചോദ്യമാണ്. നവീൻ ചേട്ടൻ പിന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചേക്കാം. ആലോചിക്കണ്ട കേട്ടോ. മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയുടെ പേര്. തേനീച്ചന്റെ ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഹണി ബി. ആ, ബി അടുത്തടുത്ത് വരുന്നുണ്ട്. ഹണി ബി. മെയ് മാസത്തിൽ ജനിക്കുന്ന ബി. മെയ് മാസത്തിൽ ജനിക്കുന്ന ബിയാ. മേ ബി. അത് ഞാൻ പറഞ്ഞേ, ഈ ഒരു ലെവലിലേക്ക് ആലോചിച്ചാൽ മതി. കൊള്ളട്ടെ, അത് ഭയങ്കര ആദരയുടെ ലെവല് നമ്മൾ ചിന്തിക്കണം. ഇത് എനിക്ക് തോന്നുന്നത് നമ്മള് IAS പഠിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തത് ശ്രദ്ധിക്കണം. മേ ബി അതാണ് അതിന്റെ ഉത്തരം. അടുത്തത് ലെങ്തി ചോദ്യമാണ്. ഒരു ആനയും ഒരു കമ്പും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ പോയി. ഒരു കമ്പ് നോർമൽ കമ്പില്ലേ, സ്റ്റിക്ക്, കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ പോയി. എന്നിട്ട് ആന അന്ന് കുറച്ച് ഡയറ്റ് ഒക്കെ ആയിരുന്നു, വണ്ണം കുറയ്ക്കാൻ. ആന കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷെ കമ്പ് ഇരുന്ന് കംപ്ലീറ്റ് ഫുഡൊക്കെ കഴിച്ച്. പക്ഷെ ഓണർ വന്നിട്ട് കമ്പിനോട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആനന്റെ അടുത്ത് ബില്ല് പേ ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ? ഇതാണ് വളരെ ചെറുതും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ചോദിച്ച ചോദ്യം. എന്തായിരിക്കും? ആനയോട് പേ ചെയ്യാൻ പറഞ്ഞു. ആനയുടെ കുറച്ചേ കഴിച്ചുള്ളൂ, അന്നാണ് ഡയറ്റ് കൂടിയായിരുന്നു. മറ്റേ കമ്പ് ഡയറ്റ് അല്ലാത്തതുകൊണ്ട് ബില്ല് അടക്കണ്ടെന്നാ പറഞ്ഞേ. ബില്ല് അടക്കണ്ടെന്ന് ആനയോട് പറഞ്ഞു. കമ്പിനോട് ബില്ല് അടക്കണ്ടെന്ന് പറഞ്ഞു. ആനയോട് പേ ചെയ്യാൻ പറഞ്ഞു. പേ ചെയ്യാൻ ഓണർ പറഞ്ഞു. ചിലപ്പോ കമ്പ് ദാരിദ്ര്യത്തിലായിരിക്കും. അല്ല, സ്റ്റിക്ക് നോ ബിൽസ് എന്നല്ലേ വേൾഡിലൊക്കെ കാണുന്നേ, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. എന്തെങ്കിലും എടുത്തൊന്ന് എറിയാൻ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അടുത്തത് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. നിലവാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. അടുത്തത്, മീനിനെ പിടിച്ച് കരയിലിട്ടാൽ എന്ത് പറ്റും? മീനിനെ പിടിച്ച് കരയിലിട്ടാൽ എന്ത് പറ്റും? മീനെ പിടിച്ച് കരയിലിട്ട് കഴിഞ്ഞാല് കരയിലിട്ട് മണല് പറ്റും. ആലോചിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നോണ്ട് പറഞ്ഞത്. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇതും കുറച്ച് ഇതോടുകൂടി ഞാൻ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. നവീൻ ചേട്ടൻ എന്റെ ലെവലിലേക്ക് ഇറങ്ങി വരുന്നില്ല. ഇനി കുറച്ച് സമയം കൂടി തരാം. ഇപ്പൊ ലെവലൊക്കെ മനസ്സിലായില്ലേ? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പാതിരാത്രിയിൽ ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. അയാളുടെ കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. എങ്ങനെ അയാൾ ഉറങ്ങും? പാതിരാത്രി അയാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കിടക്കാൻ സ്ഥലമില്ല. അയാളുടെ കയ്യിലൊരു തേങ്ങ മാത്രമേ ഉള്ളൂ. എങ്ങനെ കിടന്ന് ഉറങ്ങുന്ന? തേങ്ങ പൊട്ടിച്ച് പൊട്ടിച്ചവരെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആണോ? തേങ്ങ പൊട്ടിച്ച എന്ത് കിട്ടും? തേങ്ങ പൊട്ടിച്ച ഇത് കിട്ടും. എന്താണ്? പീരല്ലല്ലോ. തേങ്ങ പൊട്ടിച്ചാൽ ആ തേങ്ങ താള് കിട്ടും. അതിനെന്താ പറയാ? രണ്ട് കൊപ്രല്ലല്ലോ. എന്തൊക്കെയാ ഞാനീ പറയണത്? തേങ്ങ ഉണ്ട്, തേങ്ങ വെച്ച് മുറി. മുറി. അതിനകത്തൊരു മുറിയിൽ പോയി സുഖമായിട്ട് ഉറങ്ങും. ഒരെണ്ണമെങ്കിലും പറഞ്ഞിട്ടാ തേങ്ങാ മുറി. ഇത് എന്റെ വിഷയം. അവസരത്തെ ഞാൻ പറയിച്ചത് എന്റെ ലെവലിൽ നിർത്തിയിരിക്കുന്ന സെഗ്മെന്റ്. ഇപ്പൊ നമ്മൾ അഗെയിൻ ബാക്ക് ടു സീരിയലിലേക്കൊക്കെ വരുവാണെങ്കിലല്ലേ, ഇപ്പൊ നവീൻ ചേട്ടൻ റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് കണ്ടപ്പോഴാണെങ്കിലും ഈ നവീൻ ചേട്ടന്റെ ഏജ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം കുറെ നാളത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ ഇല്ലേ, റീസെന്റ് ഒരു സീരിയലിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സത്യം. അതെന്താ കാര്യം? ഇപ്പൊ അതാണ് ഈ കോലത്തിൽ
നരയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നുണ്ടല്ലോ. അല്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എപ്പോ നോക്കിയാലും ഒരു ബുൾഗാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മീശ ഉണ്ടാവും. ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മുടെ നടൻ ജോജോ ഇല്ലേ, ജോസഫ് ഇല്ല, ജോജോ ഒരു പ്രാവശ്യം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇങ്ങനെ വെറുതെ ജോജോനോട് ചോദിച്ചു, ഈ സിനിമയിൽ എനിക്ക് ചെയ്താലോ ഒരു ഇങ്ങനെ എന്തെങ്കിലും. അപ്പൊ എൻ്റെ അടുത്ത് ജോജോ പറഞ്ഞൊരു കാര്യം, നീ ആദ്യം നിന്റെ ഈ ബുൾഗാൻ ഇത് ഈ ലുക്കേ മാറ്റി, ഈ ലുക്ക് മാറ്റി നീ ഒരു വേറൊരു ലുക്കിലോട്ട് വാ. ഇത് സ്ഥിരം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ലുക്കാണ്. പക്ഷെ അന്ന് ഞാൻ ഈ പറയുന്ന പോലെ അന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെ വില്ലൻ. അപ്പൊ ഇതിലൊക്കെ ഈ സാധനം മാത്രം, ഈ രണ്ട് സാധനം മാറി മാറി പോകും. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ച് മൊത്തത്തിലൊന്നും അങ്ങോട്ട് ഒരു കാടൻ ലുക്ക്, ജോജോ പറയുന്നത് ഒരു കാടൻ ലുക്കിലോട്ട് വന്നാലാന്ന് ഇങ്ങനെ ആലോചിച്ച്. അങ്ങനെയാണ് ഞാനൊരു കാടൻ ലുക്ക് പിടിക്കാന്ന് വിചാരിച്ചത്. ഉള്ള സ്ഥലത്തൊക്കെ എത്ര വളർച്ച ഉണ്ടെന്നുള്ളത് ഈ മോഹം കൊണ്ട് അറിയാമല്ലോ. അപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ ആലോചിച്ച് ഇത് കുറച്ചിങ്ങനെ വളർത്തി വന്നപ്പോഴാണ് ഒരു വേറൊരു ഇത് വന്നത്. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റില് എൻ്റെ ലുക്ക് ഇതേപോലത്തെ ഒരു ലുക്ക് തന്നെയായിരുന്നു, താടിയും ഇങ്ങനെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് കുറെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ബിഗ് ബോസിലോട്ട് കയറിയത്. ബിഗ് ബോസ് കയറിയപ്പോഴും ആ ഒരു ലുക്കിലായിരുന്നു. അങ്ങനെ വീണ്ടും ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് റീപോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഈ ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് മുമ്പ് ഞാനത് റീപോസ്റ്റ് ചെയ്തപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ ഡയറക്ടർ മനോജ് ചേട്ടൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നവീന് ആ ലുക്ക് നന്നായിട്ടുണ്ട്, നമുക്ക് ആ ലുക്ക് ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കി. അപ്പൊ നോക്കിയപ്പോ ഞാനൊരു പ്രോജക്റ്റില് നോർമൽ ലുക്കിലാണ്. ഞാൻ അവരോട് സംസാരിച്ച് ഏഷ്യാനെറ്റിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, കുഴപ്പമില്ല ചേഞ്ച് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ലുക്കിലോട്ട്, ഈ ഒരു എന്താ പറയുക കെയർലെസ് ലുക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഒത്തിരി പേര് പറഞ്ഞത് കൊള്ളാം, ഈ ഒരു ലുക്ക് ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. അതെ 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 ഫോട്ടോസിൽ, അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലുക്ക് മാറ്റാൻ പറ്റുള്ളൂ, അഭിനയത്തിൽ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ. അപ്പൊ ഇത് ഒത്തിരി പേർക്ക് ഇങ്ങനെ അഭിപ്രായം വന്നു. പിന്നെ ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റ് ഞാൻ മഴവില്ലാണ് ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ. നമ്മുടെ ആട് പ്രൊഡ്യൂസർ വിജയ് ബാബു, അദ്ദേഹമാണ് ഇത്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രോജക്റ്റാ സീരിയലായിട്ട്. അപ്പൊ അതിലൊരു മെയിൻ വില്ലനായിട്ട് ഈ ഒരു ലുക്കില് ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്ന അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് കിട്ടി. കാര്യം ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നല്ലൊരു, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് വില്ലൻ വേഷം ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് നല്ല ഇപ്പൊ ഒരുപാട് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വില്ലന്മാർക്ക് ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴാണ് വില്ലന്മാർക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് ഇപ്പൊ അതെ 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 അങ്ങ് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ വില്ലന്മാരുടെ ഒരു സമയമാണല്ലോ. അപ്പൊ ഞാൻ നോക്കി ഇതൊക്കെ വെച്ചൊരു താളിക്കലങ്ങോട്ട് താളിക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ഇപ്പൊ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴില്ലേ, അതായത് ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് സിനിമ കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് നമ്മൾ കേൾക്കാറുണ്ട്. കാരണം സീരിയൽ എന്നും കുടുംബ പ്രേക്ഷകരുടെ അടുത്ത് എത്തുന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ കുട്ടി എന്നുള്ളൊരു രീതിയിൽ, അല്ലെ വീട്ടിലൊരു ആളെന്ന രീതിയിലൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതായിട്ട്. ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും സിനിമയിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എപ്പോഴും അവർക്കൊരു ഫ്രഷ്നെസ് ആണ് വേണ്ടത്. ഇപ്പോ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ സിനിമയും സീരിയലും മറ്റേ ടൈം ചെയ്തു പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ളു. പക്ഷേ എനിക്ക് നമ്മുടെ എല്ലാവരെയും, എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബിഗ് സ്ക്രീൻ ഒരു നല്ല ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സീരിയൽ എന്നുള്ളത് നമ്മളെന്താണെന്നറിയോ, ഈ ഒരു ബ്രേക്ക് ഇട്ടിട്ടൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഒക്കെ ഇട്ട് നമ്മള് പിന്നെ അതിനു വേണ്ടി നമ്മൾ നിൽക്കണം. പിന്നെ സീരിയൽസ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. കാര്യം നമ്മൾ എല്ലാ ദിവസവും പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലോട്ട് കറക്റ്റ് സമയത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ പുറത്തിറങ്ങുമ്പോഴും നമുക്ക് എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഒരു പ്രാവശ്യം സൈജു കുറുപ്പനോട് പറഞ്ഞതാണ്. അദ്ദേഹം ആകാശവാണി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ ചിത്രാഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാനൊരു ഹിറ്റ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അമ്മ എന്ന് പറഞ്ഞ അമ്മ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവിടെ ലൊക്കേഷൻ ഷിഫ്റ്റായി വന്ന സമയത്ത് ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ജനക്കൂട്ടം വരുന്നു. അത് എന്നെ സംബന്ധിച്ച് കിട്ടിയൊരു ഏറ്റവും വലിയൊരു ബ്ലസ്ഡ് ആണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ. ആ ക്യാരക്ടറിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അറിഞ്ഞു സൈജു അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സൈജു ആയിട്ട് പരിചയമുണ്ട്. അപ്പം
നല്ല ഒരു സുഹൃത്താണ്. അപ്പൊ സൈജുവിനെ കണ്ടപ്പോ സൈജു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 8 പേരാണ് വന്ന് സംസാരിച്ചത്, പക്ഷെ നിങ്ങൾ വന്നപ്പോ ഒരു രക്ഷയില്ലാത്ത. ഞാൻ പറഞ്ഞു അത് വേറൊന്നുമല്ല സൈജു, നമ്മള് ഇവരുടെ ജനങ്ങളുടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലോട്ട് ആ കറക്റ്റ് ടൈമിലോട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളോട് സംസാരിക്കുന്ന ആ ഒരു ഇഷ്ടം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ സിനിമാ നടന്മാരെന്ന് പറയുമ്പോൾ ഓൾറെഡി കുറച്ച് ചാട ഉണ്ടാവും പുള്ളിക്ക്, അങ്ങനത്തെ ഒരു സാധനം വരും. പക്ഷെ ബേസിക്കലി എല്ലാം പാവങ്ങളാണ്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് കൂടുതലാണ് പ്രേക്ഷകരിലേക്ക്. എന്താ അവരിൽ ഒരാള്, അവരുടെ കൂട്ടത്തിൽ ഒരാള് എന്നുള്ളൊരു സ്നേഹം എപ്പോഴും. അതുകൊണ്ടാണ് നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് അവർക്കാണ് കൊല്ലണം എന്നൊക്കെയുള്ള. അത് നേരത്തെ അല്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ എന്റെ അടുത്ത് ഇതുപോലെ തന്നെ സ്ത്രീകൾ എന്നോട് സംസാരിക്കും, എന്ത് ദുഷ്ടനാണ് അവളെ വെറുതെ വിട്ടുകൂടെ, എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് കുറെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് യൂസ്ഡ്. അപ്പൊ ആൾക്കാർക്ക് അറിയാം ഇതൊരു ആക്ടിങ് ആണെന്ന്. എന്നാലും ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ പറയും, അത്രയും വേണ്ടാട്ടോ എന്നൊക്കെ പറയും. ഞാൻ പറയും ഇതല്ല ഒരു ആക്ടിങ് അല്ലേ, ആ ഒരു ഇതിലെടുക്കും, മൂഡിലെടുക്കും. അത് ഇപ്പൊ നമ്മള് കോംപ്ലിമെന്റ് ആയിട്ടാണെങ്കിലും നവീൻ ചേട്ടൻ യങ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്താണ് ഇതിന് പിന്നിലൊരു എഫേർട്ട് വളരെ ബിഗ് ആണ്. ഞാൻ പറയാൻ വന്നത് ആ വർക്കൗട്ടിന്റെ കാര്യം. ഒരു ദിവസം പോലും വർക്കൗട്ട് ചെയ്യാതിരിക്കില്ല. അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഒരു മൈൻഡ് സെറ്റ് ആക്കി ഒരു വർക്കൗട്ടിലേക്കൊക്കെ പോവാൻ പറ്റുന്നത്? ഒന്നും ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫുഡിന്റെ കേസ് ആണെങ്കിലും നമ്മൾ ഷുഗർ കട്ട് ചെയ്യണ്ട, ഓയിൽ ഇതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം മിതമാക്കണം, കുറച്ച് കഴിക്കുക. ഷുഗർ ആണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുക. കാര്യം നമ്മൾ കട്ട് ചെയ്ത് എന്താ പ്രശ്നം എന്ന് അറിയുമോ, നമുക്ക് പിന്നെ അതിനോട് ഭയങ്കര ക്രേവിങ്സ് വരും. ഏതെങ്കിലും ഒരു സമയത്ത് ഷുഗർ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ കൂടുതൽ നമ്മള് നോർമൽ കഴിക്കണേലും കൂടുതൽ കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം ഒന്ന് മിതമാക്കിയാൽ മാത്രം മതി, ഫുഡാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കുണ്ട്, ഞാനും ഇതുപോലെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യും. അടുത്ത ന്യൂ ഇയറിൽ നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, എന്താണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഫുഡിന്റെ കാര്യമാണ് എന്താണെങ്കിലും നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. പക്ഷെ ഇതൊന്നും നടക്കൂല. ആദ്യത്തെ കുറച്ചാള് നമ്മൾ ഇതാ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ എല്ലാരും ഫാസ്റ്റ് ഫുഡിലോട്ട് കാര്യങ്ങളൊക്കെ നടന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗി അതുപോലെയുള്ള ഇതൊക്കെ വന്നതിന് ശേഷം പുറത്തു പോകുന്നതൊക്കെ വളരെ കുറഞ്ഞു. പിന്നല്ല വീട്ടിലിരുന്ന് നമ്മള് എന്തെങ്കിലും വല്ല പ്രോജക്റ്റ് അല്ലെങ്കിൽ സീരിയലോ സിനിമ കണ്ടോണ്ട് അതിന്റെ ഇടയിൽ ഒരു പരസ്യം കാണുന്നു, അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും പരസ്യം, നമ്മൾ അപ്പൊ നേരെ സ്വിഗ്ഗി എടുക്കുന്നു. ഇന്നലെ തന്നെ നമ്മളെ ഒരു ഫ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഓഫർ വന്നപ്പോ അപ്പൊ തന്നെ പുള്ളി നമുക്കൊന്നും പറഞ്ഞാലോ, ഇത് പറഞ്ഞാലോ എന്ന് പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. പിന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് നിർത്തരുത്. ഇപ്പോഴത്തെ എനിക്ക് ന്യൂജൻ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം ഇപ്പൊ ഫാസ്റ്റ് ഫുഡിന്റെയും ഇതിന്റെയൊക്കെ കാലമാണ്. പക്ഷെ എന്നാലും നമ്മൾ വർക്കൗട്ട് നിർത്തരുത്. ഡെയിലി വർക്കൗട്ട് ചെയ്തോ, 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഒന്നും ഓവറായിട്ട് കഴിക്കരുത്. ഫുഡാണെങ്കിലും വെള്ളമടിയാണെങ്കിലും ഒന്നും ഓവറാക്കരുത്. ഞാൻ പറയില്ല അവോയ്ഡ് ചെയ്യണം, നിർത്തണം, ഇതൊന്നും. നമ്മള് എല്ലാം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു അളവ് വെക്കണം. തിരിച്ച് മദ്യം നമ്മളെ വിഴുങ്ങരുത്, നമ്മളും മദ്യത്തെ വിഴുങ്ങരുത്. അതുകൊണ്ട് പുതിയൊരു അപ്പൊ എല്ലാം ലിമിറ്റ് ചെയ്താൽ മതി. നമ്മൾ അതൊക്കെ തന്നെ ഓക്കെയാണ്. പിന്നെ വർക്കൗട്ട് അതിപ്പോ ഞാനിപ്പോ 20 years ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ് നമുക്ക്. കാര്യം പെട്ടെന്ന് ഹൈപ്പറാവും, ദേഷ്യം വരും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് തീർക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നാൽ ഇതൊക്കെ അങ്ങോട്ട് അവിടെ പോയി വേർത്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴുള്ള ഒരു സുഖമുണ്ട്, ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് ഇത്രയും നാള് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ 47 കിടക്കുന്നു, 46 നിന്ന്. അപ്പോൾ കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ പോകുന്നു. നവീൻ ചേട്ടന്റെ ലൈഫ് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, വേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കുക. അപ്പൊ തന്നെ അതും മിതമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റീസിനെ എടുക്കാണ്ട് എങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നാണ് നവീൻ ചേട്ടൻ വന്നിരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നിയത്. സോ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നവീൻ ചേട്ടന്റെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്? വാട്ട് ഗിവ്സ് യു ദ ഹാപ്പിനെസ്? കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആവാതിരിക്കുക. നമ്മൾ ഈ ഒരുപാട് എന്താ പറയുക
നാളത്തെ കാര്യം ഇപ്പൊ എല്ലാരും പറയും "ഉഫ്, നാളെ ഇപ്പൊ അടുത്ത ദിവസം ലോണിന്റെ ഇത് വരുന്ന കഴിയുമ്പോൾ നമുക്കിങ്ങനെ പൈസ ഇല്ലല്ലോ എന്ത് ചെയ്യും. നമ്മൾ ഈ ആവശ്യമില്ലാതെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ നമ്മൾ കിളവനും കിളവിയൊക്കെ ആയി പോകുന്നേ ഉള്ളൂ. മുടി നരച്ചും എല്ലാം കയ്യിൽ നിന്ന് പോകുന്നേ ഉള്ളൂ. ഉള്ള രോഗവും വന്ന് എന്തിനാണത്. നമ്മളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരും ഇവിടെ പട്ടിണിയൊന്നും ചാവുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ സമയത്ത് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരും എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. കാര്യം ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഈ എന്താ അതിനെ പറഞ്ഞ കാർഡിയാക് അറസ്റ്റുകാർ ഇപ്പോൾ ഒത്തിരി മരണങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓവർ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. സ്ട്രെസ് വരും നമുക്ക് എന്താ പറയാ പല പല കാര്യങ്ങൾ ഇപ്പൊ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് അതൊക്കെ എന്തായാലും അതങ്ങോട്ട് കഴിഞ്ഞു പോവും. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓവർ ടെൻഷൻ നമുക്ക് എന്നും ആപത്താണ്. അത് നമ്മൾ എടുക്കാതിരിക്കുക ആ ഒരു സംഭവം. അതാണ് ഞാൻ ഇത്ര നാളായിട്ട് കൊണ്ട് നടക്കുന്നത്. ഇതുവരെ അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ കൂടുതലും ഞാൻ പറയില്ല, എനിക്ക് എന്താ പറയാ പരദോഷം പറയുന്നതും കേൾക്കുന്നതും പിന്നെ അങ്ങനത്തെ കുറെ നെഗറ്റിവിറ്റി കാര്യങ്ങൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അത് കേൾക്കുന്നതും അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമുക്കിപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര മ്യൂസിക് ലവറാണ്. പാട്ട് പാടുന്നില്ല, മ്യൂസിക് ലവർ കേൾക്കുന്ന പാടുന്നില്ല. ഇനി അതും കൂടി പറഞ്ഞ് ഇനി ഉള്ള ജനങ്ങളെ കൂടി വെറുപ്പിച്ചോ. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഒരുപാട് എന്താ പറയുക സ്മൂത്ത് ടൈപ്പ് സോങ്സ് ഒക്കെ ഇഷ്ടം. ഒരു ഇടിപൊളി ബഹളം തട്ട്. ഞാൻ ഇംഗ്ലീഷാണ് കൂടുതലും കേൾക്കുന്നത്. പിന്നെ മലയാളം സെലക്റ്റീവായിട്ട് കേൾക്കും. ഇപ്പൊ ഒരുപാട് നല്ല നല്ല മലയാളം സോങ്സ് ഒക്കെ വരുന്നുണ്ട്. മെലോഡിയസ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഒക്കെ വരുന്നുണ്ട്. മെലോഡീസ് ആണ് കുറച്ചും കൂടി നമുക്ക്. പിന്നെ ട്രാൻസ് ടൈപ്പും ടെക്നോളജി ഇതൊക്കെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോ ജിമ്മില് ഇതുപോലെ തമിഴ് പാട്ടും ഹിന്ദി പാട്ടൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്ന പറയും. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. എന്തായാലും ആ സ്ഥലത്ത് ട്രാൻസും കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥലത്ത് വർക്കൗട്ട് ആവുകയുള്ളൂ. എല്ലാ ടൈപ്പും കേൾക്കും, പക്ഷെ കൂടുതലും സോഫ്റ്റ് ആയിട്ടുള്ള. നമുക്കൊരാഗ്രഹം ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടിട്ട്. പഴയ പാട്ട് മതിയോ? മതി. അയ്യോ എന്റെ ദൈവമേ, അങ്ങട് തകർക്കാൻ. എനിക്ക് പഴയ പാട്ടുകളാണ്. ഞാൻ എവിടേക്കോ പാടിയിട്ടുണ്ടെങ്കിൽ ദയവായി പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക. കാര്യം എനിക്കറിയാവുന്ന ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. മാണിക്യ വീണേമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. I'm so happy കാരണം 2 വരി കേൾക്കാൻ പറ്റിയല്ലോ. ചേട്ടാ പാടി അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. പാട്ട് പാടി അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷെ ഐ ആം സോ ഹാപ്പി. എനിക്ക് എന്താ പറയുക, നമ്മളെന്താ പറയുക ചില സമയത്ത് ഈ ചില വെള്ളി എന്നൊക്കെ പറഞ്ഞൊക്കെ വീഴുമ്പോ തന്നെ ഞാൻ ഇതുപോലെ വീണില്ല. അല്ല ഞാനത് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഹൈ പിച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതെങ്ങാനും വീണ് കഴിഞ്ഞാൽ വെള്ളിയൊക്കെ മാറി സ്വർണ്ണമൊക്കെ വരുമോ നോക്കിയിരുന്ന സ്വർണ്ണം വരെ വീഴ്ത്താൻ നോക്കുന്നു. അതെ. Anyway, I'm so happy.